അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, മൈ ട്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ക്രേസി ഗെയിമിംഗ് സൈഡാണ്. ക്രേസി ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു മൈൻക്രാഫ്റ്റ് പോലെയൊക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കുറേ നാളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡാണ്. എഫക്ട് സൗണ്ട് കുറച്ച് ഇല്ലെങ്കിൽ ഞാൻ പറയണതൊന്നും കേൾക്കത്തില്ല ഗൈസ്. അതാണ് ഞാൻ ഈ സൗണ്ടൊക്കെ കുറച്ച് തരുന്നത്. ഇതിൽ എൻ്റെ കയ്യിൽ എലൈട്ര പോലത്തെ സാധനമുണ്ട്. ഈ ഗെയിമിൽ കയറണമെന്നുള്ളവർ ഗൂഗിളിൽ ചെന്നിട്ട് ക്രേസി ഗെയിമിങ്സ് എന്നടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇമെയിൽ ടോപ്പ് സൈഡിൽ BLOXDI ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ ഗെയിമിൽ എന്താണ് ഞാൻ കളിക്ക് ഈ സൈറ്റിൽ കയറാൻ പറ്റുമോ. പിന്നെ ഈ വേൾഡിൽ കയറാൻ ഞങ്ങൾ കോഡ് പറഞ്ഞു തരില്ല. കാരണം ഈ വേൾഡിൽ കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നം കിട്ടും. വേൾഡിൻ്റെ കോഡ് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് സർവൈവൽ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാമേ. എന്നിട്ട് നമ്മൾ സർവൈവലിലുള്ള നമ്പർ കൊടുത്തിട്ട് അതിൽ എന്താ 1 2 3 എന്ന് പറഞ്ഞാൽ 1 2 3 4 4 3 2 1 അതാണ് നമ്പർ. അതായത് ഇതിലിപ്പോൾ എനിക്ക് കുറേ ലെവലുണ്ട്. ലെവൽ എന്ന് പറഞ്ഞാൽ മാക്സിമം 300 ആണ്. ഇതിൽ മോബിനെയൊക്കെ കൊല്ലുമ്പോൾ ലെവൽ കിട്ടും. പിന്നെ ഇതിൽ വേറൊരു സാധനമുണ്ട്. എന്താ മോബിനെ കൊല്ലുമ്പോഴും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓറ എക്സ് ബോൾ എന്ന് പറഞ്ഞൊരു ഇത് കിട്ടും. ഓർബ് എന്തോ കിട്ടും. ഈ സാധനം കഴിച്ച് കഴിഞ്ഞാൽ ലെവൽ കിട്ടും. പക്ഷെ അത് ഇങ്ങനെ കഴിക്കുന്നതിനേക്കാൾ ഭേദം എന്താ ഒരു കുപ്പി കിട്ടും. ഇത് 3 എണ്ണം വെച്ച് ഒരു കുപ്പി ഉണ്ടാക്കാൻ പറ്റും. അതിലൊരു അയണും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതെന്താ 15 ലെവൽ വരും. ഞാനിപ്പോൾ മാക്സ് ലെവലാണ്. അതുകൊണ്ട് ഇനി എനിക്കത് കഴിച്ചാലും ലെവൽ കിട്ടാൻ പോകുന്നില്ല. ഇതിൽ എൻചാൻമെൻറ്റിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ പിന്നെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോണത്. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ കുറച്ച് പേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ നിക്ക് നെയിം ഞാൻ നന്ദു ഉണ്ണി, അതായത് കസിനാണേ. ഒന്ന് സോഡ ലൈം വാട്ടറിൽ കാണിച്ചേക്കണേ ഇത് അവനൊക്കെ കളിക്കുന്നുണ്ട്. ഞങ്ങൾ മിക്കവരും ഡയമണ്ട് ആർമർ തന്നെയാണ്. പിന്നെ ഡാനിയൽ എന്ന് പറയാമല്ലോ, നമുക്ക് അറിയാതിരിക്കാം. ഡാനിയൽ ഇതിലുണ്ടായിരുന്നു. ഡാനിയലും ഞാനൊക്കെ കൂടിയിട്ടാണ് ഈ വേൾഡ് ഞങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്തേക്കണേ. അതിന് മുമ്പ് വേറെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ഇത് പറയാൻ കിട്ടില്ല. ഡാനിയലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഇത് ബോറാണ്. ഞാൻ കേബിൾ തുടങ്ങിയപ്പോൾ ഡാർക്ക് എന്ന് പറഞ്ഞ ഒരാൾ വന്ന് എന്നെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് കളി നിർത്തിയേക്കണേ. അത് കളി ഞാൻ വെക്കേഷനിൽ കളിക്കുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞുകൂടെ, എനിക്ക് എന്താണെന്ന് അറിഞ്ഞില്ല. ഇപ്പം എൻ്റെ വീടല്ല, എൻ്റെ നന്ദുവിൻ്റെ വീടാണ്. എൻ്റെ വീടിൽ നിന്നാണ് ഞാൻ ആദ്യത്തെ ഇത് ചെയ്യുന്നത്. പറന്നിങ്ങോട്ട് വന്നത്. നമുക്ക് ഇവിടെയാണ് എൻജോയ് ചെയ്യാനുള്ള സുഖമുള്ള ഏരിയ. ഞാൻ എൻ്റെ വീട്ടിൽ പോയി കാണിച്ചു തരാം. ഇവിടെ TP റിക്വസ്റ്റൊക്കെ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ വേറെ ഏതോ ഒരു പ്ലെയറാണ്, ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊന്നുപോലെ വിളിച്ചിട്ട് പോകും. അതുകൊണ്ട് പേടി എനിക്ക്. എൻ്റെ ഒരു സാധനം ഇരിക്കുമോ, അത് ടോയ്ലറ്റിൻ്റെ മാർക്ക്. ഇതെൻ്റെ സ്റ്റോറേജ് ഏരിയ. സീക്രട്ട് ചെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ എന്താ ഒരു മൂൺസ്റ്റോൺ പിക്കാക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിക്കാക്സ് വെച്ച് വലിയ കാര്യമൊന്നുമില്ല. അതെന്നൊക്കെ സിൽട്ടക്സ് പിക്കാക്സാണ്. പിന്നെ ഇതൊരു ഫോർച്യൂൺ പിക്കാക്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇത് ഗോലം പിക്കാക്സ് എന്ന് പറഞ്ഞൊരു പിക്കാക്സാണ്. ഡയമണ്ട് പിക്കാക്സ് വേറെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സോഡൊന്ന് എൻജോയ് ചെയ്യാം. ഏതായിട്ട് അറ്റാക്ക് സ്പീഡും ഡാമേജ് 2 നല്ല എൻജോയ്മെൻ്റ് ആണ്. OP ഡാർബിങ് 3 മൂവ്മെൻറ്റ്. പോളി നല്ല. ഇത്രയും ലെവൽ പോയി. 300 നിന്നാണ് 155 ലെവൽ പോയി. അതായത് 200 ലെവലൊക്കെ തീർന്ന്. എന്തായാലും ഇനി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നല്ല സീൻസ് ഇതാട്ടോ. എൻ്റെ കയ്യിൽ അത് മാത്രമല്ലാതെ ഇതിൻ്റെ ഒരു ചെസ്റ്റ് പ്ലേറ്റും ഉണ്ട്. പക്ഷെ ഇതിന് പ്രൊട്ടക്ഷൻ 3, ഹെൽത്ത് 1, റീജനറേഷൻ. പക്ഷെ ഇതിന് ഹെൽത്ത് 3, റീജനറേഷൻ അങ്ങനെ കൊടുത്തേക്കാം. അതുകൊണ്ട് എനിക്ക് ഇതിടുമ്പോഴാണ് ഹെൽത്ത് കൂടുതൽ ഇടുന്നത്. അല്ലെങ്കിൽ 15 ഹെൽത്ത് ആയിരിക്കും കിട്ടുന്നത്. ഈ പിക്കാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇത് കിട്ടും, ലെവൽ XP കിട്ടും. അതാണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ആക്സിൻ്റെ പ്രത്യേകത. പിക്കാക്സും ആക്സും സെയിം ആട്ടോ. നമുക്ക് ഫോറസ്റ്റിൽ ചെന്നിട്ട് മൈനിങ് തുടങ്ങാം. എൻ്റെ കയ്യിലിപ്പോൾ കുറേ മൂൺസ്റ്റോൺ ഉണ്ട്. ഇതിൽ മൂൺസ്റ്റോൺ വെച്ചിട്ടാട്ടോ ഗൈസ് കുറേ കാര്യങ്ങൾ ചെയ്യണേ. എൻ്റെ കയ്യിൽ ഒരു മൂൺസ്റ്റോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ
മൂൺ സ്റ്റോൺ ഓരെണ്ണം വെച്ച് 4 TNT ഉണ്ടാക്കാൻ പറ്റും. ഇത് മൈൻ ചെയ്യുന്നതനുസരിച്ച് എനിക്ക് ലെവൽ കിട്ടും. ഇതിൽ ഞങ്ങൾ കെമിക്സ് സീസൺ പോലെയാണ് ഞങ്ങൾ കളിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇതിലും പേരും അങ്ങനെ തന്നെയൊക്കെ ഞാൻ ഇട്ടാണ്. പക്ഷേ പേരൊക്കെ കോപ്പിറൈറ്റ് കിട്ടാണ്ടിരിക്കണമെന്നുണ്ട്. കെമിക്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ കേരള മൈൻക്രാഫ്റ്റ് സർവർ? അതാണ് കെമിക്സ്. അപ്പോൾ ഇതിൽ ഒരു പേര് തരണം. എന്തോ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ക്രേസി സർവർ അത് മതി. എനിക്ക് പേര് കിട്ടി. കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ക്രേസി സർവർ എനിക്ക് നല്ല ലെവലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ മരം വെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് സാപ്ലിംഗ് എന്ന് വരും. അവിടെ വരുമായിരിക്കും. വന്നില്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് സാപ്ലിംഗ് വരും. അതുകൊണ്ട് നമ്മൾ സാപ്ലിംഗ് വെക്കാനൊന്നും നിൽക്കണ്ട. സാപ്ലിംഗ് കിട്ടുമെന്നല്ല, കിട്ടുകയൊക്കെ ചെയ്യും. അത് ലീവ്സ് പൊട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് പൊട്ടിക്കാണ്ട് തന്നെ സാപ്ലിംഗ് വെച്ചോളൂ തന്നെ. ഇപ്പം ഈ ബ്ലോക്ക് മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവിടെ സാപ്ലിംഗ് വരും. ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇത്ര ലെവലുണ്ട്. വേറൊരു പണി കൂടി ചെയ്യാം. അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ 32 മൂൺ സ്റ്റോൺ ഉണ്ട്. 32 മൂൺ സ്റ്റോണും കുറച്ച് വുഡ് കൊടുത്തിട്ട് നമുക്കൊരു മൂൺ സ്റ്റോൺ ആക്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് 29 മൂൺ സ്റ്റോൺ എന്തായാലും അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഈ സാധനമൊക്കെ അതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് ഇത്ര ലെവൽ വെച്ച് മാക്സ് എൻജോയ് ചെയ്യാം. മൂൺ സ്റ്റോൺ ആക്സ് എടുത്തിട്ട് മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ 18 അലച്ച് കിട്ടിയ വേണ്ട. കൈസൻ്റെ ലെവൽ ഒറ്റയടിക്ക് ഇടിഞ്ഞ് 305 മൂൺ സ്റ്റോൺ ആക്സ് ആണ് എനിക്കിഷ്ടം. കാരണം എന്നാണെന്നറിയോ? സാരല്ല, നമുക്ക് ലെവലൊക്കെ ഒപ്പിക്കാൻ പോകും. എൻ്റെ ഈ പിക്കാക്സിൻ്റെ പ്രത്യേകത തന്നെ അതാ. മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ കിട്ടിക്കോളും. അതാണ് മൈനിങ് ഓറ ഉണ്ട് ഇതിൽ. അതുകൊണ്ട് നമ്മൾ ഓരോ ബ്ലോക്ക് മൈൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ലെവൽ കിട്ടും. പക്ഷെ അത് മാത്രമല്ല, ഓരോരോ ഓറ് മൈൻഡ് ചെയ്യുന്നതിനനുസരിച്ച് മൂൺ സ്റ്റോണിൻ്റെ ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു ഗെയിമാണ്. നിങ്ങളിത് പഠിച്ചെടുക്കാൻ തന്നെ ടൈം എടുക്കും. പക്ഷേ ഈ ആക്സ് വെച്ചൊരു പ്രത്യേകതയുണ്ട്. കണ്ടോ? അടിയിലത്തെ ഒരു ബ്ലോക്ക് മൈൻഡ് ചെയ്താൽ മതി, മേലോട്ട് തന്നെ മൈനായിക്കോളും. ഒരു മൈൻക്രാഫ്റ്റ് മോഡില്ലേ, അതേപോലെ ഇത് വെച്ചൊരു മരം നമുക്ക് വെട്ടാമെന്നറിയോ? കുറേ മരം വെട്ടാം. നമ്മളിപ്പോൾ ഇനി ഇതൊരു മരം വെട്ടിക്കൊണ്ടേയിരിക്കണം. എൻ്റെ കുറേ ഷോപ്പുണ്ട്, അത് റീസ്റ്റോക്ക് ചെയ്യണം. പഞ്ചായത്തുണ്ട്, അതൊക്കെ പഞ്ചായത്ത് എൻ്റെ പേരിലാണ്. നമ്മൾ ലോട്ടിട്ട് നോക്കിയതാണ്. പഞ്ചായത്തിൻ്റെ ഓണർ സ്റ്റ്യൂക്ക് ഞാനാണ്. ഇതൊക്കെ കെമിക്സ് സീസണിൽ പറയണതാണ്. അത് തന്നെ ഞാൻ ഒന്നോടെ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് എനിക്കൊക്കെ ഞാനൊക്കെ കെമിക്സ് സീസണിൽ സുധിയുള്ള കെമിക്സ് സീസണിൽ അഡിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കെമിക്സ് സീസണായിരുന്നു ഞാൻ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. സുധിയല്ല, സീസൺ 5 ആയിരുന്നു എനിക്കിഷ്ടം. ഇപ്പോൾ സുധി ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല കെമിക്സ്. സുധിയുള്ള കെമിക്സ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ സുധിയുള്ള കെമിക്സ് ഇപ്പോഴും ഞാൻ ഇരുന്ന് കാണാറുണ്ട്. ഇപ്പോൾ ഒരു 6-7 വട്ടം മിക്കവാറും ഞാൻ കാണുന്നു കെമിക്സിൻ്റെ എപ്പിസോഡ്സ്. മിക്കവാട്ടും സുധീൻ്റെ എപ്പിസോഡ്, ലാസ്റ്റ് എപ്പിസോഡ്, മൈൻക്രാഫ്റ്റ് ഗോഡ് എന്നൊക്കെ പറയണ കുറേ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുള്ള സുധീൻ്റെ. അപ്പോൾ തന്നെ 160 ഓക്കെ. കുറേ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട് സുധീൻ്റെ. എന്തായാലും ചുമ്മാ ഇരിക്കുക, കുറച്ച് പണിയില്ല. എനിക്ക് ലെവൽ ഒപ്പിക്കണം, അതിന് ഒരു ഐഡിയ ഉണ്ട്. മറ്റേ ഈ പ്ലാൻ തന്നെ ചെയ്യാം. അതായിട്ട് നമ്മുടെ റോഡ്, ഇതെൻ്റെ XP ഷോപ്പ്, ഫുഡ് ഷോപ്പ്, പൂൾ ഷോപ്പ്, ഓഷൻ ഷോപ്പ്. ഇപ്പം ഞാൻ പറഞ്ഞ ലിസ്റ്റിലുള്ളതെല്ലാം എൻ്റെ ഷോപ്പുകളാണ്. പിന്നെ ഉള്ളത് ഇത് നന്ദുവിൻ്റെ ഷോപ്പ്. അത് ഉണ്ണിയായിരുന്നു പണിതേ. ഉണ്ണിക്ക് വേണ്ടി പണിത്, പക്ഷേ ഉണ്ണി സർവറിൽ കയറാത്തതുകൊണ്ട് നന്ദു കൊടുത്തു ഷോപ്പ്. ഇത് നന്ദൂസ് ഫുഡ് ഷോപ്പ്. ഇതാണ് ടാക്സിൻ്റെ അടയ്ക്കാനുള്ളത്, അതായത് ഇൻഷുറൻസ് കമ്പനി. ഇപ്പോൾ ഞാനെങ്ങാനും ചത്തതേ ഇത്ര OP ആർമറെങ്ങാനും പോയി കഴിഞ്ഞുള്ള ടാക്സ് അടയ്ക്കാനുള്ള ഷോപ്പാണ്. ഇതിൽ ഡെയിലി ഓരോ ഡയമണ്ട് വീതം അടയ്ക്കണം. ഞാൻ ഒറ്റയടിക്ക് ഡയമണ്ട് ബ്ലോക്ക് നോക്കി. അപ്പോൾ പിന്നെ
9 ദിവസത്തേക്ക് അടയ്ക്കില്ല. നല്ല കച്ചവടമാണ് ഇവരുടെ ഐഡിയ, നല്ല ഐഡിയ ആണ്, സമ്മതിച്ചു കൊടുത്തോളൂ. അത്ര ഐഡിയ ഉണ്ട് ഇവർ. ഇങ്ങനത്തെ ഷോപ്പൊക്കെ പണിയാൻ നല്ല ഐഡിയ വേണം. ഈ എന്താ പറയുക, അങ്ങനത്തെ ഷോപ്പൊക്കെ പണിയെങ്കിൽ നല്ല നല്ല ഐഡിയാസ് വേണം. എനിക്ക് പിന്നെ ഒറ്റ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോ ഷോപ്പ് കൊണ്ടുപോയി. ഈ ഷോപ്പ് ഇങ്ങനെ എല്ലാവരും ഡിസൈൻ ചെയ്തേ. ഈ നന്ദു എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നു. അല്ല, ഷോപ്പ് പണിത് ഞാനാണെങ്കിലും പെട്ടിക്കൂട് പോലെയായിരുന്നു ഞാൻ പണിത് വെച്ച്. പിന്നെ ആ നന്ദു പഞ്ചായത്തിൻ്റെ പേരിൽ ചെയ്യുന്ന സ്റ്റൂക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ, സ്റ്റൂക്ക് എന്ന് പറയുമ്പോൾ വേറെ ആളായിട്ടായിരിക്കും ഞങ്ങൾ കൂട്ടുന്നത്, ഞാനായിട്ടല്ല. ഞാൻ തന്നെയാണെങ്കിൽ സ്റ്റൂക്കെങ്കിലും വേറെ ആയിട്ട് കൂട്ടും. സ്റ്റൂക്ക് പറഞ്ഞ അനുസരിച്ച് അവിടെ വികസിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ടാക്സൊക്കെ ഞാൻ അടച്ചോളാം. ഞാനിപ്പോൾ എങ്ങനെ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലെവൽ കിട്ടണം, 5 ലെവൽ. 5 ലെവൽ 300 ലെവലോളം ഞാൻ കൊണ്ടുപോയതാണ്. എന്നിട്ട് 5 ലെവൽ കിട്ടി. എൻചാൻറ്റ് ചെയ്യണ്ടായിരുന്നു എന്നാണ് എനിക്ക്. എന്നിട്ട് എൻചാൻറ്റ് ചെയ്തതോ മൂവ്മെൻറ്റും ബ്രേക്ക് സ്പീഡും. തരക്കേടില്ല. സോഡൊക്കെ നല്ല എൻചാൻറ്റ് ചെയ്തിട്ടുണ്ട്. സോഡ ഏതാ? ക്രിറ്റിക്കലല്ലേ ഇത്? ക്രിറ്റിക്കലല്ല, ഡാമേജ് 2. ഇതിപ്പോൾ എൻ്റെ ഈ പിള്ളേരെ മോൺസ്റ്റർ പിക്കാക്സ് വെച്ച് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഒറ്റ വീഴ്ത്തൽ വീഴുമായിരിക്കും. പക്ഷെ എനിക്ക് XPക്ക് വേണ്ടിയാണ് ഞാൻ ഈ പരിപാടി കാണിക്കുന്നത്. ഒട്ട് മൈൻഡ് ചെയ്യുമ്പോൾ XP കിട്ടും, ചിലപ്പോഴായിട്ട് കിട്ടത്തുള്ളൂ. കിട്ടിയില്ലെങ്കിൽ നമ്മളങ്ങ് അടി ചെയ്യും. ലെവൽ കിട്ടുന്നു, ലെവൽ കുറേ കിട്ടുന്നു. ഞാൻ മൈൻഡ് ചെയ്യും. ഈ ലെവൽ കിട്ടാൻ ചെറിയ ആക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഓറൊക്കെ ടച്ച് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ എൻ്റെ ഈ കയ്യിൽ ഗോലം പിക്കാക്സ് വെച്ച് മൈൻഡ് ചെയ്താൽ മതി. നല്ല ലെവൽ കിട്ടിക്കുന്നു. നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് കടയിൽ കൊണ്ട് റീസ്റ്റോക്ക് ചെയ്യണം. അതുമാത്രമല്ല പിന്നെ എന്താ, കേബിൾ ജസ്റ്റ് ഒന്ന് അറിയണം. പക്ഷേ റോഡ് മൈൻഡ് ചെയ്ത്, അയ്യോ മൈൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യരുത്. ഇതാട്ടോ എൻട്ര ചെസ്റ്റ്. പക്ഷേ ഇതിൽ 3 സ്റ്റോൺ ചെസ്റ്റ് എന്നാണ്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ 3 പിക്കാക്സ് ഒക്കെ ഉണ്ട്, കുറേ പിക്കാക്സ് ഉണ്ട്. ഇതെന്തിൻ്റെയാ? ഓറോ ബ്രേക്കിംഗ് 2 പക്ഷെ എൻ്റെ കയ്യിൽ ഇൻഫിനിറ്റി ഉണ്ട്. അല്ല, ബെൻഡിങ് അല്ല, ഇതുണ്ട്. എന്താ പറയുക, എന്താ പറയുമെന്നോ പറയുമെന്ന് എന്നോട് പറയാം. ഈ പിക്കാക്സിൽ ഫോർച്യൂൺ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് മൈൻഡ് ചെയ്ത് ഒരുപാട് കിട്ടും. ഇത് കണ്ട എൻജോയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓറ തന്നെ. ഇതാണ് എൻ്റെ വുഡ് ഷോപ്പിൻ്റെ അകത്ത്. ലീവ്സിന് 6000. ലീവ്സ് ഇത് തന്നെ വാങ്ങിച്ചിട്ടില്ല. പ്ലാങ്ക്സിനും ആരും വാങ്ങിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ വുഡ് ഷോപ്പ്. വുഡ് ഷോപ്പിൽ 20,000 വീതമാണ് ഞാൻ 20 വുഡാണ് വെക്കാറുള്ളത്. 22 ഇരുന്നു. 20 ഇത് ഇത്രയും, പിന്നെ 4 ബാക്കി വരും. ഈ 4 പ്ലാങ്ക് ആക്കാം. എന്നിട്ട് ഇതെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ചെന്ന് 32 സ്റ്റോക്ക് ചെയ്ത് ഇതൊക്കെ ആൾക്കാർ വാങ്ങിക്കണേ കേട്ടോ, അല്ലാണ്ട് സ്റ്റോക്ക് ചെയ്യാത്തതല്ല. ആൾക്കാർ വാങ്ങിക്കും വന്നിട്ട്. ഞാൻ എന്ത് ചെയ്യുന്ന ബാക്കിയൊക്കെ ഈ വേസ്റ്റൊക്കെ ഇങ്ങോട്ട് ഇടും. വേസ്റ്റൊന്നും അല്ല ഇത്, എന്നാലും ഞാനിത്. ഇനി നമുക്കൊരു എന്താ പറയുക, ഇതാട്ടോ നമ്മുടെ സ്പോൺ ലോബി. ഇവിടെ സ്പോൺ ആവുന്നല്ല, ഇതൊരു ടൈപ്പ് സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇത് കിട്ടും. എന്ത് കിട്ടും? സ്പോൺ ആവണ സ്ഥലം ഇതാ. സ്പോൺ ആവണയല്ല, നമ്മൾ ഇത് തുറന്നിട്ട് ടെലിപ്പോർട്ട് സ്പോൺ ലോബി എന്നുള്ള ലോബി സ്പോൺ എന്ന് പറഞ്ഞ സ്ഥലം ഇതാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഞാൻ നിന്നവിടത്ത് പീസ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റും, ബാക്കിയുള്ളടത്ത് അല്ലാണ്ട് നിൽക്കാൻ പറ്റും. എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, നോക്കട്ടെ.
പറ്റൂല. നമുക്കിനി ഒരു കേവ് കണ്ടുപിടിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ടേ ഒരു പണിയെടുക്കാൻ. എൻ്റെ സീക്രട്ട് ലിസ്റ്റാണ് ഷെയർ, വണ്ടിൻ്റെ ഷെയർ. അതൊന്നിട്ട് ഞാൻ ആ പിക്കാക്സ് എടുത്തതെന്ന് വെച്ചാലേ അത് സിലക്ട് ടച്ച് ആയിട്ടാണല്ലോ കിട്ടണേ. അപ്പോൾ എന്നിട്ട് എൻ്റെ ഈ ഗോലം പിക്കാക്സ് വെച്ച് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ കിട്ടും. ആ വേറെ രീതിയിൽ കിട്ടുന്ന സാധനം എനിക്ക് എന്ത് പറഞ്ഞ് കിട്ടണേ, ഇതായിട്ട് കിട്ടണം. ലാവാ പൂള് ഇപ്പം എന്ത് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടതേ ഈ സാധനമായിട്ട് കിട്ടും. റോ അയൺ. അങ്ങനെ ഇതിപ്പോൾ കഴിഞ്ഞ അപ്ഡേഷനിൽ എന്തോ വന്നേക്കണേ, ഇതിൽ വീക്ക്ലി എന്തോ ഒരു അപ്ഡേഷനുണ്ട്. അതപ്പോൾ കുറേ അപ്ഡേറ്റ് ചെയ്ത് മൈൻക്രാഫ്റ്റ് പോലെ ആയിട്ടുണ്ട്. മിക്കതും മൈൻക്രാഫ്റ്റ് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നിട്ടേ ഒരു സെക്കൻഡ്, ഇവിടെ പുതിയ കേവ് ഇല്ലോ നോക്കാം. ഓക്കെ നമ്മൾ തിരിച്ചു വന്നേക്കണം. ഞാൻ അവിടെ എന്തോ ഒരു കോള് വന്നു, അതുകൊണ്ട് പോയതാണ്. ഇപ്പോൾ സിമ്മൊന്നും ഇല്ലാതെ ഇതെന്താ വൈഫൈ വെച്ച് പോണേ. നമുക്കൊരു കേവിലൊക്കെ ഇറങ്ങണം. അതിനൊരു കേവ് കണ്ടുപിടിക്കണം. ഒരു ഇറങ്ങാൻ പറ്റിയ കേവ് ഉണ്ടോ എന്ന് നോക്കണം. എൻ്റെ വീടിൻ്റെ അവിടെ കുറേ കേവ് ഉണ്ട്, പക്ഷെ അത് ഇറങ്ങാൻ പറ്റത്തില്ല. അത് ഇറങ്ങി ലൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനൊരു കേവ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കേവ് ഒന്നും പറഞ്ഞില്ല, അപ്പോൾ തന്നെ ഒരു കേവ് കിട്ടി. പക്ഷെ ഇതാരെങ്കിലും ലൂട്ട് ചെയ്ത് കേവ് ആയിരിക്കാം. കാരണം ഇതുണ്ട് സീക്രട്ട് ബേസ്ഡ് കേവിലോ. പാവം പിടിച്ചോലെ ഒന്നും വേറെ. ഞാൻ ഓർത്തു കുറച്ചില്ലായിരുന്നു. എന്നേക്കാ ഇച്ചവൻ കോളോ ടച്ച് ചെയ്തേക്കാം. ഇങ്ങനെ കിട്ടിക്കോളും. കോള് ബ്ലോക്കായിട്ട് കിട്ടും, അല്ലെങ്കിൽ അതിനൊക്കെ റോ ആയിട്ട് കിട്ടുന്നു. കോള് പക്ഷെ റോ ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ. കോള് നമുക്ക് മൈൻക്രാഫ്റ്റിലെ കോള് പോലെ കിട്ടുന്നതിൽ. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഗെയിമാണ്. ഞാൻ കുറേ കളിച്ചിട്ടുള്ള ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ നാൾ കളിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ഡയമണ്ട് ആർമറൊക്കെ കിട്ടിയത്. അല്ലെങ്കിൽ ഫോണാകുമ്പോൾ തന്നെ കിട്ടണേ അല്ല. നിങ്ങൾ മാക്സിമം ആൾക്കാരില്ലാത്ത സർവറിൽ നോക്കണം, അല്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളൊന്നിനും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രൈവറ്റായിട്ട് സർവർ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ എന്നാലും ഇത് വേറെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിരുന്ന സർവറാണ്. അടുത്തോട്ട് ഞങ്ങൾ പേര് ടൈപ്പ് ചെയ്യാൻ പോകണം. പേര് എന്തെങ്കിലും ഒരാളുടെ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരില്ലാത്തത് കിട്ടും ചിലപ്പോൾ. ഇനി അതിൽ ആൾക്കാർ സ്പോണായിട്ട് കാര്യം ഉണ്ടാവില്ല. വേറെ ആൾക്കാർ സ്പോണായി കഴിഞ്ഞാൽ സ്പോണായതാണ്. നല്ല മൈനിങ് ഏരിയ. സ്കെൽറ്റാ ഇതിനൊരു എൻഡും ഇല്ലേ? ഇതിൽ സ്കെൽറ്റിനൊക്കെ അതെ ഒരുമാതിരി സോംബീനെ പോലെ ഇരിക്കുന്ന കേട്ടോ. ബോയ് ഉണ്ടോ? സ്കെൽറ്റിന്. ഇതിൽ വില്ലേജേഴ്സ് ഒന്നുമില്ല കേട്ടോ ഗൈസ്. എൻജോയ്മെൻ്റ് ചെയ്യണമെങ്കിൽ എൻജോയ്മെൻറ്റ് സ്റ്റേഷനിൽ തന്നെ പോകാം. എൻജോയ്മെൻറ്റ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വേറെ കേവിൽ പോകാം ഗൈസ്. ഇത് ബോർ കേവാണ്. നല്ലൊരു കേവ് കണ്ടുപിടിക്കാൻ പറ്റണില്ല. ഇതിൽ എക്സ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് 2 ബ്ലോക്ക് ഇങ്ങനെ കുഴിക്കുക. എന്നിട്ട് ഇത് വന്നിട്ട് സെറ്റ് ഹോം പോയിൻ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഹോം പോയിൻ്റ് സെറ്റ് ആവും. അതിൽ വന്നിട്ട് ഗോ ഹോം പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്തത് അവിടെയോട്ട് നമ്മൾ പോകും. TP ആവും. അതാണ് എക്സ്റേ ഇടുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നിട്ട് TP ആവാൻ വെച്ചാൽ 2 ബ്ലോക്ക് കുഴിച്ചില്ലേ, ആ ബ്ലോക്കിൽ 2 ബ്ലോക്ക് വെച്ച് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ
പിന്നെ മൊത്തം എക്സ്ട്രാ പോലെ കാണാൻ പറ്റും. ഒരു ഗ്ലിച്ചാണ്. ഞാനത് പിന്നെ പണ്ട് ഞാനൊരിക്കലും അറിയാണ്ട് കുഴിച്ചിട്ട് ബ്ലോക്കൊക്കെ വെച്ച് ഞങ്ങൾ മാൻഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിൽ 3 പേരായിട്ട് മാൻഹണ്ട് ഒരു വെക്കേഷനിലായിരുന്നു. വെക്കേഷനിൽ തന്നെ അപ്പോൾ കണ്ടുപിടിച്ചതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗൈഡ് വെക്കാമല്ലോ എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തത്. ഞാനാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ഇടയിൽ എക്സ്ട്രാ ഇൻവെൻറ്റ് ചെയ്തത്. ഇത് വേറെ ആൾക്കാർക്ക് അറിയുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ അത്രയും അടിയിലോട്ട് സീക്രട്ട് ബേസൊന്നും വെച്ചിട്ടുമില്ല. പിന്നെ ഗൈസ് എൻ്റെ വീട്ടിൽ സീക്രട്ട് ചെസ്റ്റിനകത്ത് ഒന്നും വെക്കാനും പോകുന്നില്ല. കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളും വെക്കത്തുള്ളൂ. പക്ഷെ നന്ദുവിൻ്റെ സീക്രട്ട് ചെസ്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ നിറച്ച സാധനമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ സ്പോണായെടുത്തൊരു സ്പോൺ ആവണമെന്നില്ല. നിങ്ങൾ ഇപ്പോൾ ഞാൻ ആ സ്ഥലത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്പോൺ ആവണം വേറെ സ്ഥലത്തായിരിക്കും. പിന്നെ കുറേ ആൾക്കാരുള്ള സ്ഥലത്തായിരിക്കും ബൾക്കായിട്ട് സ്പോൺ ആവണത് ചിലപ്പോൾ. അങ്ങനെയാണ് എനിക്ക് തോന്നണത്. ഏകദേശം നന്നായിട്ട് സ്പോൺ ആവണ കുറേ ആൾക്കാരുള്ള സെർവറിലാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സെർവറിലൊക്കെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ കുറച്ച് പേര് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് പേര് അവിടെ സ്പോൺ ആവണം എന്ന് തന്നെ ചാൻസ് കുറവാണ്. അവിടെ തന്നെ സ്പോൺ ആവണമെന്ന് ഞങ്ങൾക്ക് എന്തോ ഒരു ചാൻസിൽ ഞങ്ങൾ അവിടെ എത്തി. 25 മിനിറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ടൈം ഉള്ളിൽ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി കുറേ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞോളൂരിക്കില്ലേ. അപ്പോൾ ഇനി നിങ്ങളൊരു കണ്ടുതരും. ഇത് ഏകദേശം ഞാനൊരു 3/4 മണിക്കൂറൊക്കെ എങ്കിലും എന്തെടുക്കാൻ പോവാം. എന്നാൽ ഓക്കെ ഞാനല്ലേ ഇതെല്ലാം ലൂട്ട് ചെയ്തിട്ട് വേഗം കാണാം. ബായ്. ഗൈസ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഈ ഗെയിം കമ്പ്യൂട്ടറിലും കളിക്കാം, മൊബൈലിലും കളിക്കാം, ടാബിൽ വരെ കളിക്കാൻ പറ്റും. ലാഗ് ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റും, ലാഗ് ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റില്ല. ലാഗ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കും കളിക്കാൻ. ഇല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ സ്മൂത്തായിട്ട് ഞാൻ കളിക്കുന്നുണ്ട്, എന്നാലും എനിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. നേരത്തെ ഇതിൽ ഗെയിമിൽ നിന്ന് കളിക്കുമ്പോൾ ഒരു ലാഗും ഇല്ല എനിക്ക് ഈ ഫോണിൽ. അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈൻഡ് ചെയ്തിട്ട് കാണാം. ഗൈസ് ആ കേവ് കഴിഞ്ഞു പോയി. കാരണം അതൊന്ന് കുറച്ച് ലൂട്ടേ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഇത്രയും ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫോർച്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ഫോർച്യൂൺ ചെയ്യണമെങ്കിൽ വീട്ടിൽ ചെല്ലണം. വീട്ടിലോട്ട് ഞാൻ വഴി അങ്ങനെയല്ല TP അടിച്ച് പോയാൽ മതി. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഏത് വഴിയായാലും പോകും. ഈ വീട്ടിൽ മിക്ക സ്ഥലത്തും ഞാൻ അണ്ടർഗ്രൗണ്ട് മൈൻ ചെയ്തിട്ടുള്ളത്. ഇനി വീട്ടിൽ കുറേ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എന്തെങ്കിലും പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടു കഴിയുമ്പോൾ കാണാം. ഗൈസ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ നേരം ഉണ്ടാവും. നിങ്ങൾക്ക് പൗസ് ചെയ്തിട്ട് ബ്രേക്കിങ്ങൊക്കെ പോകാം. ബ്രേക്കിനൊക്കെ ഞാൻ ഈ കണ്ട കേവ് എല്ലാം നിരങ്ങിയിട്ടാണ് വരത്തുള്ളൂ ഗൈസ്. അതുകൊണ്ട് നിങ്ങളിനി ഞാൻ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ നേരം കഴിഞ്ഞാണ്ട് ഞാൻ കാണിക്കത്തില്ല. ഞാൻ അടുത്ത് ഞാൻ വീട്ടിൽ ചെല്ലാണ്ട് കാണിക്കത്തില്ല. ഞാൻ പോണ വഴി വലിയ കേവും കണ്ട ഇതേപോലെ ഇറങ്ങി നോക്കും. ഡീപ്പ് കേവ് ആണെങ്കിൽ ഇറങ്ങത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വാർഡൻ ഉണ്ട്. വാർഡൻ നല്ല കേവ് കോലും. എൻ്റെ മോനെ തന്നെ കേവ് ഇങ്ങനെ യൂസ് ചെയ്യും. അതുകൊണ്ട് എപ്പോൾ തന്നെ വീട്ടിൽ പോവാം. ബൈ. സ്കെൽറ്റിന് ഡാമേജ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് TP അടിക്കാൻ പറ്റില്ല ഗൈസ്. അതാണ് ഞാൻ വേറുള്ളത്. ഇനി ഞാൻ ഈ കിട്ടിയേക്കണ ഇതെല്ലാം ബ്ലോക്ക് ആദ്യം നിർത്തി. പക്ഷേ എൻ്റെ വീട്ടിൽ കുറേ സ്റ്റോറേജ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇവിടെ വേറെ സ്റ്റോറേജാണ്. ഈ സ്റ്റോറേജിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാം. പിന്നെ അതെ എൻ്റെ വീടിൻ്റെ മേളിൽ നിന്ന് ചെയ്യണ്ടല്ലേ. ഇവിടെ നിന്ന് മേളിലോട്ട് ഈ കോള് വെച്ചിട്ട് ഒരു പില്ലർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഗോലം പിക്കാക്സ് വെച്ച് ഇതിലോട്ട് മൈൻഡ് ചെയ്യും. ഇനി മേളിലോട്ട് പില്ലർ എത്തിക്കഴിഞ്ഞിട്ട് കാണാം. ഏകദേശം നമ്മൾ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 92 3 ഇതിൽ നിന്ന് നമ്മൾ 25 ബ്ലോക്കിലോട്ടാണ് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ ഗോലം പിക്കാക്സ് വെച്ച് തടിയിലിട്ട് മൈൻഡ് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ മൂൺസ്റ്റോൺ ഫ്രാഗ്മെൻറ്റ് കിട്ടും. മൂൺസ്റ്റോൺ ഫ്രാഗ്മെൻറ്റിൻ്റെ ഒപ്പം കോൾ ഫോർച്യൂൺ ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ലാഭമുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ സിൽക്ക് ടച്ച് വെച്ച് മൈൻഡ് ചെയ്യാൻ പോകാം. ഇനി ഞാൻ താല്പര്യം മൈൻഡ് ചെയ്തിട്ട് കാണാം. ഗൈസ് നിങ്ങൾ കണ്ടോ? അതാണ് നല്ലത്. എനിക്കിപ്പോൾ തന്നെ ഈ കോള് മൈൻഡ് ചെയ്തിട്ട് ഇത്രയും കിട്ടി. കുറേ ഞാൻ മൈൻഡ് ചെയ്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു 4-8 ബ്ലോഗ് മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 10 ബ്ലോഗ് എങ്ങനെ വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് കോളിൻ്റെ സൈഡിൽ കണ്ടാൽ നിങ്ങൾക്ക് നോക്കാം.
എന്താ മനസ്സിലാവും, ഒരു ഫ്രാഗ്മെൻറ്റ് ഇതുപോലെ സാധനം കണ്ടോ, 25 എന്നൊക്കെ പറഞ്ഞ പോലെ കിട്ടുന്ന ആ സാധനം നമുക്കെന്താ യൂസ്ഫുൾ ആട്ടോ. ഈ സാധനം വെച്ചാണ് നമുക്ക് മൂൺസ്റ്റോൺ ഉണ്ടാക്കുന്നത്. അയ്യോ, ഞാൻ ഇനി ഇതെങ്ങനെ മൂൺസ്റ്റോൺ ഉണ്ടാക്കണമെന്ന് അറിയാം. ഈ സാധനം 9 എണ്ണം ഉണ്ടെങ്കിൽ മൂൺസ്റ്റോൺ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ എൻട്രൻസസ് കോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 355 കോൾ. ഇനി ഇതും ചേർത്ത് 51 മൂൺസ്റ്റോൺ ഫ്രാഗ്മെൻ്റ് ഉണ്ട്. ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇത് വേറെ ടൈപ്പ് ക്രാഫ്റ്റിംഗ് ടേബിൾ. അതെ, 5 മൂൺസ്റ്റോൺ ഉണ്ടായിട്ടുണ്ട്. ബാക്കി 6 മൂൺസ്റ്റോൺ ഫ്രാഗ്മെൻ്റ്. 5 എണ്ണം എടുത്ത് 34 മൂൺസ്റ്റോൺ കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ. ഞാൻ ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ട് വരാം. ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും ഞാൻ ഇട്ടേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ആക്ടിവിറ്റീസിൻ്റെ പകുതി വെച്ച വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ക്രേസി ഗെയിമിങ്സിൽ ഞാൻ പറഞ്ഞ സർവർ കയറണേന്ന്. ആദ്യം ഇതിൽ ചെന്നിട്ട് ക്രൈസി ഗെയിമിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് മേളിൽ വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സർക്കിളിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട ഇത് കിട്ടിയില്ലെങ്കിൽ ഇതിൽ നിന്ന് കയറിയാലും മതി. ഇപ്പം ഞാനിതിൽ കയറിയിട്ട് കാണിച്ചു തരാം. എന്താ പറയുക, ഇതിൽ കയറി സ്റ്റോപ്പ് മാർക്ക് നോ അല്ല, സോറി, രണ്ട് മാറിപ്പോയതാണ്. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും. ഇങ്ങനെപ്പോൾ ഞാൻ പറഞ്ഞ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ഈ ഫസ്റ്റ് ലിങ്ക് കാണുന്ന ലിങ്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇതിൽ കയറുക. മറ്റേത് പെട്ടെന്ന് കയറാൻ പറ്റുന്നതാണ്. നമ്മളിത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ അഡിക്റ്റ് ചെയ്യാനൊന്നും പോകണില്ല. ജസ്റ്റ് ഒരു ദി എൻഡ് എന്നും പറഞ്ഞൊരു ഇതിട്ടിട്ട് അങ്ങ് വീഡിയോ ഇടാൻ പോവാം. അപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ലോഡായി വരും. ഇപ്പോൾ നന്ദുവിൻ്റെ അക്കൗണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ അക്കൗണ്ടിൽ കളിക്കണം. എൻ്റെ അക്കൗണ്ടാണ് ഇത്. ഇതിൽ കയറിയിട്ട് ഈ സർവൈവൽ എന്നുള്ളത് കൊടുക്കുക. അതിൻ്റെ ഈ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ലോബി നെയിം എന്ന് പറഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇതിൽ വേറെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സൈറ്റിൽ തന്നെ കുറേ ഗെയിംസ് ഉണ്ട്. അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. ഓക്കെ, ബായ്.